ദുബായിലെ അനധികൃത താമസക്കാരെ വിസാ നിയമം ലംഘിച്ചവരെ ഒക്കെ പാർപ്പിക്കുന്ന അഭയ കേന്ദ്രമാണ് ഇത്. ജയിൽ എന്നല്ല വിശേഷിപ്പിക്കുന്നത്, മറിച്ച് എല്ലാവരെയും താമസിപ്പിച്ച് അവർക്ക് പുതിയ ജീവൻ സമ്മാനിക്കുന്ന അഭയ കേന്ദ്രമെന്നാണ് ഇതിനെ GDRF വിശേഷിപ്പിക്കുന്നത്. അതിലെ കാഴ്ചകളാണ് നമ്മൾ കാണുന്നത്. നമ്മൾക്ക് പരിചയമുള്ളൊരു റെസ്റ്റോറൻറ്റിൽ പോയതുപോലെ തോന്നുന്നു. അത്രയധികം സൗകര്യങ്ങളും സംവിധാനങ്ങളുമാണ് ദുബായ് ഒരുക്കിയിട്ടുള്ളത്. ചികിത്സയ്ക്ക് ഇത്രയധികം അത്യാധുനിക സംവിധാനങ്ങളും സൗകര്യങ്ങളും ഒക്കെ ഒരുക്കിയിട്ടുണ്ട്. ഒരു വിധത്തിലുള്ള പ്രശ്നങ്ങളും ആരോഗ്യ പ്രശ്നങ്ങളും ഇവിടെയുള്ള ആളുകൾക്ക് വരാതിരിക്കാൻ വേണ്ടി GDRF ഇത്രയ്ക്ക് വിപുലമായ സൗകര്യങ്ങളാണ് ദുബായിലേക്ക് ഒരുക്കിയിട്ടുള്ളത്. കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടിയിട്ടുള്ള സൗകര്യം ഇതാണ്. നമുക്കൊരു ചെറിയൊരു പാർക്ക് പോലെയോ അല്ലെങ്കിൽ ഒരു റെസ്റ്റോറൻറ്റിലെ പോലെയോ അല്ലെങ്കിൽ ഒരു ഷോപ്പിംഗ് മാളിലെ പോലെയോ ഒക്കെ ഉള്ള അനുഭവങ്ങൾ, കുട്ടികൾക്ക് കളിക്കാനുള്ള സൗകര്യങ്ങളും സംവിധാനങ്ങളും ഒക്കെ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. സ്വന്തം രാജ്യങ്ങളിലേക്ക് പല കാരണങ്ങൾ കൊണ്ടും മടങ്ങാൻ കഴിയാതെ പ്രതിസന്ധിയിലായ പ്രവാസികൾക്ക് സുരക്ഷിതമായ അഭയവും സമഗ്രമായ മാനുഷിക പരിചരണവും ഉറപ്പാക്കുകയാണ് GDRF ദുബായിയുടെ സെന്റർ ഫോർ ഹാർബറിംഗ്. ഇക്കൊല്ലം ഇതുവരെ മാത്രം ഏതാണ്ട് 11,696 പേർക്ക് ഇവിടെ അഭയം നൽകിയെന്നാണ് അധികൃതർ അറിയിക്കുന്നത്. വളരെ വിപുലമായിട്ടുള്ള സൗകര്യങ്ങളൊക്കെ ഇവിടെ ഒരുക്കിയിട്ടുമുണ്ട്. We are in United Arab Emirates. By the advices of our rulers, leaders, we should treat everyone humanitarian way. They are humans. We should be also human. We cannot leave anyone. We are still accepting whatever our heart is very big. ദുബായ് GDRF മേധാവി മുഹമ്മദ് അഹമ്മദ് അൽമറി പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇത് തന്നെയാണ്. പ്രവാസികൾ ചതിക്കപ്പെടുന്നത് ഗൾഫിലെ അല്ലെങ്കിൽ ദുബായിലെയൊക്കെ സ്വദേശികളാലല്ല, മറിച്ച് അവരുടെ സ്വന്തം രാജ്യത്തു നിന്നുമുള്ള തൊഴിൽ തട്ടിപ്പ് ഏജൻസികളും മറ്റ് ആളുകളുമാണ് അവരെ ചതിക്കുന്നത്. ഇവിടെ ജോലി തേടി വരുന്ന എല്ലാവരും ഓർക്കേണ്ട ഒരു വസ്തുത കൂടിയാണ് അത്. ദുബായിൽ നിന്നും സുരേഷ് വെളിമുറ്റം, മാതൃഭൂമി ന്യൂസ്.